കാണികളിൽ ആവേശത്തിരെ ഉയർത്തി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ വ്യോമസേനയുടെ എയർ ഷോയും പാരാമോട്ടറിംഗും പട്ടം പറത്തലും കാണികളിൽ വ്യത്യസ്ത ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ കാണാൻ വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് എത്തിയത്. വെയിലിനെയും മഞ്ഞിനെയും വകവയ്ക്കാതെ കൈക്കുഞ്ഞുങ്ങളും പ്രായമായവർ വരെയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി. കഴിഞ്ഞ 3 തവണത്തേക്കാൾ വലിയ ജനാവലിയാണ് ഇത്തവണയുണ്ടായത്. ബ്രേക്ക് വാട്ടറിൽ നടന്ന സ്റ്റിക്ക് ഓൺ ടോപ്പ് കയാക്കിംഗ് മത്സരം ആളുകളെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുകയായിരുന്നു. മെൻ സിംഗിൾ, വിമൻ സിംഗിൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. കേരളത്തിനകത്തും പുറത്തുമായി 72ഓളം ആളുകളാണ് ഈ മത്സരത്തിൽ പങ്കുചേർന്നത്. പുരുഷ കരുത്തിൽ ആൽഫി ടോബിയും സ്ത്രീ കരുത്തിൽ ശില്പക്കാരും 1ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. തുറമുഖത്ത് നയനമനോഹരം തീർത്ത് ഇന്ത്യൻ നേവിയുടെ INS ഖബ്രയും കോസ്റ്റ് ഗാർഡിന്റെ ICGS അനഗും കുട്ടികൾക്ക് മികച്ച വിരുന്നൊരുക്കി. ഓളപ്പരപ്പിലൂടെയുള്ള യാത്ര പഴയകാല ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു. പല വർണ്ണങ്ങളിലും രൂപങ്ങളിലും നിർമ്മിച്ച പട്ടം പറത്തൽ ശ്രദ്ധേയമായി. നാട്ടിൻ പുറത്തുകാരെ സംബന്ധിച്ച് ഫ്ലൈബോട്ട് ഡെമോ അത്ര കണ്ട് പരിചിതമല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെയുള്ള അതിവേഗ കുതിപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചത് നിരവധി കാണികളാണ്. കേരളീയരും വിദേശികളും നിറഞ്ഞാടിയ ഫെസ്റ്റിവലിന്റെ പത്തരമാറ്റ് ബേപ്പൂരിൽ പോയി തന്നെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു. This is what first visiting here in Kerala. I just like these type of festivals. I want people come here and just see these festivals. It's very good for people very good, friendly and common. You don't think about like Delhi people. Kerala people is very good. I like. I tell you before this is our first time we were here in Kerala. We don't know. Last night we say about this festival and we want to come. Yeah, I want to enjoy this. കോഴിക്കോട്ടുകാർ എന്നും ഭക്ഷണപ്രിയരാണ്. സൽക്കാരത്തിലും ഭക്ഷണത്തിലും മുൻനിരയിൽ. വനിതാ സംരംഭകരുടെ ഭക്ഷ്യമേള രുചിപ്പെരുമ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഗുണമേന്മയുള്ളതും സ്വാദിഷ്ടവുമായ നാടൻ വിഭവങ്ങൾ മുതൽ രുചിലോകത്തെ പുത്തൻ തരംഗങ്ങളുടെ നിര തന്നെയായിരുന്നു 100ഓളം സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നത്. വെൽക്കം ഡ്രിങ്കിൽ മുതൽ ആളുകളുടെ കിളി പറത്തിയ ഐറ്റംസും ഇവിടെ സുലഭമായിരുന്നു. ഗതാഗതം സുഗമമാക്കാൻ ബേപ്പൂർ ചാലിയം ജലപാതയിൽ പ്രത്യേക ജങ്കാറും സർവീസ് നടത്തിയത് ആളുകൾക്കേറെ ഉപകാരപ്രദമായിരുന്നു. MTയുടെ സാന്നിധ്യം അറിയിക്കാനും സംഘാടകർ മറന്നിട്ടില്ല. വൈകിട്ട് നടന്ന ഡ്രോൺ ഷോയിൽ ആകാശത്ത് MTയുടെ രൂപം തീർത്തപ്പോൾ കോഴിക്കോട്ടുകാരുടെ മനം നിറഞ്ഞു. സംഗീത ആസ്വാദകരെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു ഹരിശങ്കർ നയിച്ച ഗാനമേളയും. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും നിര്യാണത്തെ തുടർന്ന് വാട്ടർ ഫെസ്റ്റിവൽ മാറ്റിവെച്ചത് ചെറുപ്പക്കാരിൽ ചെറിയ നിരാശ തോന്നിപ്പിച്ചിരുന്നു. ആഘോഷം 2 ദിവസം മാത്രമുള്ളൂ എന്നതും വലിയ നിരാശ ഉളവാക്കുന്നുവെന്നും ഫെസ്റ്റിവൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകണമെന്നുമാണ് ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. അടിപൊളി, ഇഷ്ടപ്പെട്ടു, അടിപൊളി. എന്താ പറയാന്, ഇനി ഇതേപോലെ ഇനിയും നീട്ടി വെക്കണം എന്നേ പറയുള്ളൂ പരിപാടി. വേറെന്താ പറയാനുള്ളത്, ഇനിയും പ്രോഗ്രാം വെക്കട്ടെ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസുകാരും തിരക്ക് നിയന്ത്രിക്കുന്ന തിരക്കിലാണ്. പരിപാടി ഉഷാറായതിൽ പിന്നെ സംഘാടകരും ഹാപ്പിയാണ്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. മലബാർ മേഖലയിലെ ടൂറിസത്തിനൊരു പുത്തൻ ഉണർവ് നൽകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സംവിധാനം എല്ലാം തന്നെ നല്ല സുരക്ഷയും ഒക്കെ തന്നെ പരമാവധി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും ഫെസ്റ്റ് നല്ലൊരു വിജയമാണെന്നാണ് പറയാം.
ഇനി അടുത്ത വർണ്ണവിസ്മയ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. 4 ചുമരിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന പലർക്കും ടൂറിസം വകുപ്പ് ഒരുക്കിയത് എക്കാലത്തും ഓർമ്മിച്ചു വെക്കാനാവുന്ന നവ്യാനുഭവം തന്നെയായിരുന്നു. രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.